രാവിലെ 6:30 സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ 2 വണ്ടി കിടപ്പുണ്ട്. ഒരു വണ്ടി നമ്മളിതാ വന്ന ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അത് മറ്റൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഫോൺ കോൾ ആയിരുന്നു. ആ ഓട്ടം പോയി തിരികെ വരികയാണ്. അതൊരു 100 രൂപയുടെ ഓട്ടമായിരുന്നു. ആ ഓട്ടം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സ്റ്റാൻഡിൽ ഒരു വണ്ടിയാണുള്ളത്. അതിൻ്റെ പിറകിലായിട്ട് നമ്മൾ വെച്ചു. പക്ഷേ നമുക്ക് അപ്പോഴത്തേക്കും മറ്റൊരു ഫോൺ കോൾ വന്നു. അത് ഉള്ളിയേരിയിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ ഉള്ളിയേരി നമ്മൾ ദിവസവും ഒരു പ്രാവശ്യം തന്നെങ്കിലും ഓട്ടം വരുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയേരിയെ ടച്ച് ചെയ്ത് എന്തായാലും കടന്നു പോവാറുണ്ട് എല്ലാ ദിവസവും. ഈ ഉള്ളിയേരിക്ക് ഉള്ളിയേരി എന്ന് സ്ഥലനാമം വന്നതിന് പിറകിൽ 2 കഥകളുണ്ട്. ഒന്ന് ചരിത്രപരമാണ്, ഒന്ന് ഐതിഹ്യപരവും. ആദ്യം ചരിത്രപരമായ കഥ പറയാം. ഉള്ളി എന്നാൽ പുരാതന വാക്ക് ചുണ്ണാമ്പ് കല്ല് എന്നാണ്. ഏരി എന്നാൽ ജലാശയം അഥവാ തടാകം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഈ 2 വാക്കുകളുടെയും സംയോജനമാണ് ഉള്ളിയേരി. ഉള്ളിയേരിയാണ് പിന്നീട് ഉള്ളിയേരിയായി ലോപിച്ച് വന്നത്. പുരാതന കാലത്ത് ഈ പ്രദേശത്ത് വൻതോതിൽ ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്തിരുന്നു. ഖനനത്തിനിടയിലുണ്ടായ കുഴികളിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് അത് ഏരികളായി മാറി. ഈ സ്വാഭാവിക ജലസംഭരണികൾക്ക് ചുറ്റുമുള്ള പ്രദേശം ചുണ്ണാമ്പുകല്ലിൻ്റെ തടാകങ്ങൾ എന്ന അർത്ഥത്തിൽ ഉള്ളിയേരിയായി അറിയപ്പെട്ടു. ഇനി ഐതിഹ്യം പറയാം. ഉള്ളി എന്നാൽ വാൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഏരി എന്നാൽ സ്ഥലം എന്നും. ചേരമാൻ പെരുമാൾ ഒരു യുദ്ധം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വാൾ ഈ പ്രദേശത്ത് 2ആയിട്ട് എറിഞ്ഞു. അതിനാൽ ഈ സ്ഥലത്തിന് ഉള്ളിയേരി എന്ന് പേര് വന്നു. അത് പിന്നീട് ലോപിച്ച് ഉള്ളിയേരിയായി മാറുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ ഉള്ളിയേരി എന്ന പേര് 19-ാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വൈകുന്നേരം 7 മണിയായപ്പോൾ നമുക്ക് വീണ്ടും ഉള്ളിയേരിയിലേക്ക് തന്നെയാണ് ഓട്ടം കിട്ടിയത്. ഇന്ന് നമ്മൾ രാവിലെയും അതേപോലെ വൈകിട്ടും ഉള്ളിയേരിയിലേക്ക് എത്തി. ഇന്നും നമുക്ക് തരക്കേടില്ലാത്ത ഓട്ടമുള്ള ദിവസമായിരുന്നു. ഇന്ന് കൂടുതൽ ഓട്ടങ്ങൾ നമ്മൾ പോയത് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് ഉള്ളിയേരി സ്റ്റാൻഡാണ്. നമ്മൾ ഇവിടെ നിന്നും ഒരാളെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഉള്ളിയേരിയിൽ നിന്നും തിരികെ സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ വണ്ടികളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് 2-3 ഓട്ടങ്ങൾ കൂടി എടുത്തതിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഓട്ടം നിർത്തിയത്.